ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ടൈം ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ്റെ ടൈം ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്, അതായത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ T1 ആൻഡ് T2. ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേവാണ് ആ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ T1 ആൻഡ് T2. ഈ ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട്, ടൈം ആവറേജ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഫിഗറിൽ തന്നിട്ടുള്ള ഈ റെക്റ്റാങ്കുലർ ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കും വരിക? ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് T1 T2 മൈനസ് T1 ആയിരിക്കും. ലെങ്ത്ത് ഓർ ബ്രെഡ്ത്ത് ഈ പോർഷനായിരിക്കും അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പോൾ T2 മൈനസ് T1 ഇൻറ്റു ആ ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. ആ ഒരു ഏരിയ, ആ ഒരു ഫംഗ്ഷൻ്റെ T2 മൈനസ് T1 ഇൻറ്റു എഫ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഈ ഒരു കേവിന് താഴെ വരുന്ന ഏരിയക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? റെക്റ്റാങ്കിളുടെ ഏരിയ T2 മൈനസ് T1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എഫ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കേവ് ഇൻ്റഗ്രൽ T1 ടു T2 എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇതിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എഫ് ഈക്വൽ ടു 1/T2 മൈനസ് T1 ഇൻറ്റു ഇൻ്റഗ്രൽ T1 ടു T2 എഫ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എനർജീൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എന്താ വരുന്നതെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ സൈൻ തീറ്റൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സൈൻ തീറ്റൻ്റെ വാല്യൂ 0 to 2π വരെ വാരി ചെയ്യുന്നുണ്ട്. ആ 0ൻ്റെ 2πൻ്റെ ഇടയിൽ ഈ ഒരു കേവ് ഒരു ഫുൾ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സിസിൻ്റെ മുകളിലുള്ള അതേ ഒരു ഏരിയ തന്നെയാണ് ആക്സിസിൻ്റെ താഴേക്കും വരുന്നത്. അതായത് 0 to π വരെ ഉള്ള സൈൻ തീറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും π മുതൽ 2π വരെയുള്ള സൈൻ തീറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഓവർ വൺ സൈക്കിൾ ത്രൂ ഔട്ട് ഒരു സൈക്കിൾ നമ്മൾ സൈൻ തീറ്റൻ്റെ ഒരു കേവ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് കോസ് തീറ്റൻ്റെ കാര്യവും. നമ്മൾ കോസ് തീറ്റൻ്റെത് ഇതുപോലെ നമ്മളൊരു കേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓവർ എ സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ 0 to π വരെ വരുന്ന വാല്യൂൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും 2π വരെ, π to 2π വരെ വരുന്ന വാല്യൂ. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നതും തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയുമാണ് കാണേണ്ടത്. സൈൻ സ്ക്വയർ തീറ്റൻ്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ 0 to 2π വരെയുള്ള ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദാറ്റ് സൈക്കിൾ സൈൻ സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ 0 to π വരെ 0 മുതൽ π ഇൻ ബിറ്റ്വീനിൽ 0-1 വാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ π മുതൽ 2π വരെയും 0ൻ്റെയും 1ൻ്റെ ഇടയിൽ വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഹാഫാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും ഹാഫായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് കാണാനൊന്നുമില്ല, നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ എനർജിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഈക്വേഷൻസ് അവിടെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് അതൊന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഓവർ എ സൈക്കിളാണ്.
അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജീൻ്റെ ആവറേജ് വാല്യൂ ഓവർ എ സൈക്കിൾ എന്ന് പറയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1 ടൈം പീരീഡാണ്. അതായത് നമ്മളെ ഇൻ്റർവൽ എന്തായിരിക്കും 0 മുതൽ ക്യാപിറ്റൽ T വരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൈനറ്റിക് എനർജീൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1/T2 - T1 ആണ്. നമുക്ക് T2 എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ T ആണ്, T1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് 1/T2 - T1 എന്നുള്ളത് 1/T - 0 ആണ്. അത് നമുക്ക് എന്ത് കിട്ടും 1/T എന്ന് കിട്ടും. ഇതാ ഈ 1/T. പിന്നെ നമ്മൾ ഇൻ്റഗ്രൽ T1 to T2 ആണ്. T1 എന്ന് പറയുന്നത് 0, T2 എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ T1 to T2 എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രൽ 0 to T എന്നെഴുതാം. പിന്നെ വേണ്ടത് എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് 1/T2 - T1 ഇൻ്റഗ്രൽ T1 to T2 f(t) dt ആണ്. ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ആ കൈനറ്റിക് എനർജി എന്ന ഫംഗ്ഷൻ f(t) എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും 12 mv² ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കൈനറ്റിക് എനർജിൻ്റെ ആവറേജ് വാല്യൂ, ടൈം ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം 1/T ഇൻ്റഗ്രൽ 0 to T 12 mv² dt എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ v എന്ന് പറയുന്നത് വെലോസിറ്റി, അതായത് dx/dt ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം x = a cos ω0t + phi ആണ്. അതിനെ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വെലോസിറ്റി കിട്ടുക. അതായത് നമുക്ക് വെലോസിറ്റി = dx/dt = -a ω0 sin ω0t + phi എന്ന് കിട്ടും. ആ ഒരു വാല്യൂ വീൻ്റെ വാല്യൂ നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/T ഇൻ്റഗ്രൽ 0 to T 12 mv² വാല്യൂ a ω0 sin ω0t + phi (2) dt എന്ന് വരും. ഇതിൽ നിന്നും m/2 നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അവിടെ m/2t ആയിട്ട് മാറും. ഇൻ്റഗ്രലിനുള്ളിലുള്ള ആ ഫംഗ്ഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് a² ω02 sin² ω0t + phi എന്ന് കിട്ടും. അതിൽ നിന്നും a² ω02 നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ പുറത്ത് ma² ω02/2t എന്നുണ്ടാവും. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ sin² ω0t + phi ആണ് ഉണ്ടാവുക. ഇനി sin²θ നമുക്ക് 1 - cos 2θ/2 എന്നെഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് sin² ω0t + phi ആണുള്ളത്. ആ ഒരു sin²θ നമുക്ക് 1 - cos 2θ/2 ഫോമിൽ എഴുതുമ്പോൾ നമുക്കിവിടെ 1 - cos 2 ω0t + phi (2) എന്ന് കിട്ടും. അതിലുള്ള ആ 2 നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുന്ന സമയത്ത് അവിടെ ma² ω02/4t എന്നായിട്ട് മാറും. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 1 - cos 2 ω0t + phi ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to T dt ആയിരിക്കും, മൈനസ് രണ്ടാമത്തത് ഇൻ്റഗ്രൽ 0 to T cos 2 ω0t + phi dt ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യണം. ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ dt എന്ന് പറയുന്നത് t ആയിരിക്കും. അതിൽ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് t-0 എന്ന് കിട്ടും. ഇതിൽ രണ്ടാമത്തെ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ 0 to T cos 2 ω0t + phi എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് cos തീറ്റ 0 ആണ് നമ്മൾ പറയുന്നത്. ഓവറെ ഒരു സൈക്കിൾ എടുക്കുന്ന സമയത്ത് അവിടെ cos തീറ്റ എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ ഓഫ് cos തീറ്റ എന്ന് പറയുന്നത് 0 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഇൻ്റർവെൽ 0 to T എന്ന് പറയുന്ന ഒരു ഫുൾ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ cos തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഇൻ്റർവെൽ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ma² ω02/4t × T എന്നാണ് കിട്ടുക. അതിൽ ടിയും ക്യാൻസൽ ആവും. ബാക്കി അവിടെ ma² ω02/4 എന്ന് കിട്ടും. ഇനി ഇതിൽ k എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്,
ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുന്നത് k/m ആണ്. അതിൽ നിന്നും k എന്ന് പറയുന്നത് m ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ആ ഒരു വാല്യൂവിൽ m ഇൻറ്റു ഒമേഗ 0 സ്ക്വയറിന് k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആവറേജ് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ നമുക്ക് ½ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഓവർ എ സൈക്കിളാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ആവറേജ് വാല്യൂ. പൊട്ടൻഷ്യൽ എനർജീൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജി കണ്ടതുപോലെ തന്നെയാണ് 1/T2 - T1 ഇൻ്റഗ്രൽ T1 to T2 f(t)dt ഇൻ്റർവെല് 0 to t ആണ്. അപ്പോൾ നമുക്ക് 1/t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t f(t) എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ½ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ x എന്ന് പറയുന്നത് a cos ω0t + phi ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t ½ a cos ω0t + phi (2) എന്ന് വരും. 2k k/2 എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് k/2t ആണ് ഉണ്ടാവുക. ഉള്ളിലുള്ള വാല്യൂ നമ്മൾ സ്ക്വയർ ചെയ്യുക a² cos² ω0t + phi (0) എന്ന് വരും. അതിൽ നിന്ന് a² പുറത്തെടുക്കുക. അപ്പോൾ പുറത്ത് k(a²/2t) ഉണ്ടാവും. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള cos² ω0t + phi നമ്മൾ cos² തീറ്റൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്യാം. cos² തീറ്റ എന്ന് പറയുന്നത് 1 + cos 2θ/2 ആണ്. അപ്പോൾ ഇവിടെ 1 + cos 2 ω0t + phi (2) എന്ന് വരും. ആ ഒരു ഇൻ്റർവെല്ലും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t dt എന്ന് വരും. രണ്ടാമത്തത് ഇൻ്റഗ്രൽ 0 to t cos 2 ω0t + phi വരും. ഇവിടെയും ഒരു ഓവർ എ സൈക്കിൾ ഓവർ 1 സൈക്കിള് നമ്മൾ 0 to t എന്ന് പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ഒരു സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ കോസ് തീറ്റൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഇൻ്റർവെൽ നമുക്കിവിടെ 0 ആയിട്ട് മാറും. ഫസ്റ്റ് ഇൻ്റർവെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ dt-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ T ആയിട്ട് മാത്രം കിട്ടും. അപ്പോൾ ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് k(a²/4t) ഇൻറ്റു t വരും. ടിയും ടിയും ക്യാൻസലാവും. k(a²/4) ആയിരിക്കും ഉണ്ടാവുക. അതായത് ആവറേജ് പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ½ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ആവറേജ് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതും ½ ആയിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ ആവറേജ് പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതും ½ ആണ്. അതായത് ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്? സെയിം ആണ്. അതുമാത്രമല്ല നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ നേരത്തെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജിയും അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 1/4 k(a²) ആണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് കൈനറ്റിക് എനർജിയുടെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ആവറേജ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഓവർ എ സൈക്കിള് ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ നമുക്കിവിടെ ആവറേജ് പൊട്ടൻഷ്യൽ ഓർ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി. അത് 1/4 k(a²) ആണ്. അതായത് ആവറേജ് കൈനറ്റിക് എനർജി ഓവർ എ സൈക്കിൾ ഈക്വൽ ടു ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഓവർ എ സൈക്കിൾ ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജി. അപ്പോൾ നമ്മളിവിടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയൊക്കെ എക്സ്പ്രഷൻസൊക്കെ ഡിറൈവ് ചെയ്തു. അതിൻ്റെ ആവറേജ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഹാർമോണിക് ഓസിലേറ്ററിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുമ്പായിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും ഫസ്റ്റ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതൊരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാം.
അപ്പോൾ ആദ്യം നമ്മളൊരു സ്വിങ് ആണ് കൺസിഡർ, ഒരു ഊഞ്ഞാലാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഊഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഫസ്റ്റ് ആ ഊഞ്ഞാൽ ആടുന്ന സമയത്ത് നമ്മളതിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുൾ ചെയ്യുന്ന സമയത്താണ് ഇത് സ്വിങ് ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് അവിടെ വേറൊരു ഫോഴ്സും ഇല്ല, എയർ റെസിസ്റ്റൻസ് ഇല്ല, ഫ്രിക്ഷൻ ഇല്ല. ആ ഒരു സസ്പെൻഷനിൽ, ആ പോയിൻ്റ് ഓഫ് സസ്പെൻഷനിൽ എയർ റെസിസ്റ്റൻസും ഫ്രിക്ഷനൊന്നും കൺസിഡർ ചെയ്യാത്തൊരു സമയത്ത് എങ്ങനെ നമ്മളിതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ എന്തായിരിക്കും, അതൊരു സെയിം ഇതിലിങ്ങനെ ഓസിലേറ്റ് ചെയ്യുക. അതായത് വിത്തൗട്ട് എനി ഡാമ്പിങ് എന്നാണ് പറയുക. അതായത് ആ ഒരു ഓസിലേഷനിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ആ ഒരു ഓസിലേഷൻ ഇങ്ങനെ ലോങ് ടൈം ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം അവിടെ നമ്മൾ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് എയർ ഈ ഒരു മൂവിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഊഞ്ഞാൽ നമ്മൾ സ്വിങ് ചെയ്യുന്ന സമയത്ത് എയർ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഒരേ ഓസിലേഷൻ അല്ല അവിടെ ഉണ്ടാവുക. ടൈം കഴിയും തോറും ഈ ഒരു ഓസിലേഷൻ എന്ത് ചെയ്യും, കുറഞ്ഞ് അവസാനം അത് സ്റ്റോപ്പ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ അവിടെ ഓസിലേഷൻ, അതായത് ഊഞ്ഞാൽ സ്വിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സും കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് അത് സ്വിങ് ചെയ്യുക മാത്രമാണെങ്കിൽ അതൊരേ ഓസിലേഷൻ തന്നെ ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം എയർ റെസിസ്റ്റൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓസിലേഷൻ ഡാമ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് അത് സ്ലോ ആയി ലാസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇവിടെ ഇത്രയും നേരം ഈ ഒരു ഊഞ്ഞാൽ ജസ്റ്റ് സ്വയം ഇങ്ങനെ നമ്മൾ തന്നെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ, അതിന് പകരം നമ്മൾ അസ്യൂം ചെയ്യുക വേറൊരാളുണ്ട്, ആ ആളാണ് നമ്മളെ ഈ ഊഞ്ഞാൽ സ്വിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വേറൊരാൾ നമ്മൾ പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുള്ള് ചെയ്തിട്ടാണെങ്കിൽ നമ്മളതിനെ ഡ്രിവൺ ഓർ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്നാണ് പറയുക. അതായത് എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് വന്നിട്ട് നമുക്ക് പുഷ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഈ ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഡ്രിവൺ ഓസിലേഷൻസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഊഞ്ഞാലിൻ്റെ കേസിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ കേസ്, ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എന്തൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒരു എന്താ പറയുക, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഓസിലേഷൻസും, അതല്ലാതെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ലാത്ത സമയത്തുള്ള ഓസിലേഷൻസും നമുക്ക് കൺസിഡർ ചെയ്യണം. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.